വഴിയിൽ ബ്ലോക്കൊന്നും ഉണ്ടാകാതിരുന്ന ഭാഗ്യം. ലച്ചു, നിന്റെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല കാണാനില്ലല്ലോ. അയ്യോ, ഇതിപ്പോ എവിടെ പോയി? തൊഴാൻ നേരന്റെ കഴുത്തിലുണ്ടായിരുന്നതാ. മുഹൂർത്ത സമയത്ത് 2 പെൺകുട്ടികളുടെ കഴുത്തിൽ സഞ്ജുവിന് താലി കെട്ടാൻ കഴിയാതിരുന്നത് കുട്ടിയുടെ കഴുത്തിൽ അവൻ ദേവിയെ സാക്ഷി നിർത്തി കെട്ടിയ ഈ താലി കിടന്നതുകൊണ്ടാണ്. കുട്ടിയുടെ കഴുത്തിൽ ദേവീ കടാക്ഷമുള്ള ഈ താലി കിടക്കുന്ന കാലത്തോളം സ്വാതി എന്നല്ല, ഒരു പെണ്ണിന്റെ കഴുത്തിലും സഞ്ജുവിന് താലി കെട്ടാനാവില്ല. വേഗം വാ ലച്ചു, നമുക്ക് പ്രദക്ഷിണ വഴിയിലൊക്കെ ഒന്ന് പോയി നോക്കാം. നഷ്ടപ്പെട്ടിട്ട് അധിക സമയം ആയില്ലല്ലോ, ഉറപ്പായിട്ടും കിട്ടും. വാ ലച്ചു. വേണ്ട ഡോക്ടറെ, അതിന് നോക്കണ്ട. ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ വിവാഹം നടക്കാൻ ആ താലിയ തടസ്സമായി നിന്നത്. അതിനുള്ള പ്രതിവിധിയായ ഞാൻ അമ്മയുടെ തിരുമുമ്പിലെത്തി പ്രാർത്ഥിച്ചത്. ആ താലി എന്റെ പെരുവണ്ണാപുരത്തമ്മ തിരിച്ചെടുത്തതാ. അത് അമ്മയുടെ പക്കൽ സുരക്ഷിതമായിരിക്കും. എന്തായി കാവേരി ഒരുക്കം? വലിയ ഇങ്ങനെ തിടുക്കപ്പെടാതെ, സ്വീകരണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇതുവരെ വന്നില്ലേ അമ്മ? മോളെ, ക്ഷേത്രത്തിലേക്കല്ലേ അവള് പോയത്? കുറെ അധികം പൂജകൾ ഉണ്ടാവും. അവള് തനിച്ചാണോ പോയത്? വരാൻ വൈകുകയും ചെയ്യുന്നു. ഇപ്പോ ദക്ഷയ്ക്ക് പ്രധാന ശത്രു അവളാ. അവള് ഗോവിന്ദന്റെ കൂടെയാ പോയത്. അവളെ തനിച്ചയക്കാനേ മൂസ തിരുമേനി മണ്ടനൊന്നും അല്ല. ഞാൻ 2 തവണ അമ്മുനെ വിളിച്ചതാ. കിട്ടാതെ വന്നപ്പോ ഗോവിന്ദനെയും വിളിച്ചു. 2 ഫോണും സ്വിച്ച് ഓഫാ. അവള് ക്ഷേത്രത്തിലാവും. മോള് സമാധാനായിട്ടിരിക്കേ. ഞാനേ ഹോളിലോട്ടൊന്ന് ചെല്ലട്ടെ. ആ നമ്പീച്ച, ഞാനിവിടെ ഉണ്ട്. നമ്പീച്ച, അവസാന അംഗത്തിന് സമയമായി. ഗൗത എത്തിയിട്ടില്ലേ? എനിക്കാരുടെയും തുണ വേണ്ട. ആരെയും പ്രതീക്ഷിച്ചു അല്ല ഞാൻ ഇവിടെ വന്നത്. മമ്മി, വേണ്ട മമ്മി. എന്താടി? നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ആ കല്യാണം നടക്കട്ടെ. മമ്മി അവിടേക്ക് പോകരുത്. അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. മാറ മുന്നിന്ന്. സഞ്ജന, വഴി മാറാനാ പറഞ്ഞത്. മമ്മി പോവില്ല. സഞ്ജനെ, സഞ്ജന തന്നെയാ പറയുന്നത്. ഒരു വിവാഹം മുടങ്ങിയ പെണ്ണിന്റെ വേദന എനിക്കറിയാം. എനിക്ക് വേണ്ടി ഒഴിഞ്ഞു തന്നവൾ അസ്വാതി. ഒഴിഞ്ഞു തന്നിട്ടാണോ മുഹൂർത്ത സമയത്ത് അവള് കതിർമണ്ഡപത്തിൽ കയറി വന്നത്? നിന്നെ അവൾ ചതിച്ചതാണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? മമ്മി കരുതുന്ന പോലെ ഉദാര മനസ്സ് കാണിക്കല്ല ഞാൻ. എന്റെ സമയമായിട്ടില്ലെന്ന് എനിക്കറിയാം. അതിനുള്ള സമയം വരും. സഞ്ജു സ്വാതിയുടെ കഴുത്തിൽ താലി കെട്ടട്ടെ.
താലി കെട്ടിയതുകൊണ്ട് മാത്രം ജീവിതം ആവില്ല മമ്മി. അങ്ങനെയെങ്കിൽ സഞ്ജു താലി കെട്ടിയ മറ്റൊരു പെണ്ണില്ലേ? വീട്ടുജോലിക്കാരിയായി ജീവിക്കാനുള്ള വിധിയല്ലേ അവൾക്കുണ്ടായത്? എല്ലാം പൊളിച്ചടുക്കി ഒരു ശവക്കുഴി കുത്തി മൂടാൻ തന്നെയാ ഞാൻ പോകുന്നത്. മമ്മി അത് വെളിപ്പെടുത്തരുത്. എന്ത് വിട്ടിത്തനാ മോളെ ഈ പറയുന്നേ? നമ്മളെ അവര് നാണം കെടുത്തി. നമ്മൾ ബുക്ക് ചെയ്ത ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടത് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമാണോ? അല്ല, വർമ്മ സാറിന്റെ കാര്യം മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കല്യാണം നടക്കാതെ വന്ന വർമ്മ സാറിന് ഒരലിവുണ്ടായെന്ന് വരും. ഈ അവസരം പാഴാക്കരുത്. ഇവൾ എന്റെ മകൾ തന്നെയാണോന്നോ ഞാൻ ഇപ്പൊ ചിന്തിച്ചു പോകുന്നത്. നമ്പിശബാ മമ്മി, സഞ്ജു അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം മമ്മി അവിടെ പറയരുത്. പിന്നെ ഞാൻ എന്തിനാടി പോകുന്നത്? ക്ഷണിക്കാത്ത കല്യാണത്തിന്റെ സദ്യ ഉണ്ണാനോ? ഇനി ഒരക്ഷരം ശബ്ദിച്ചു പോവരുത്. നമ്പിശ വാ. മമ്മി, അമ്മു, നിന്നെ കാണാതെ ഞാൻ ആകെ ടെൻഷനായിരിക്കുമായിരുന്നു. ഞാനൊന്ന് അമ്പലത്തിൽ പോയതായിരുന്നു. ചേച്ചിക്ക് തുണയായി പെരുവണ്ണാപുരത്ത് അമ്മയുണ്ടാവും. അമ്മയോട് പ്രാർത്ഥിച്ചപ്പോ എനിക്കത് ബോധ്യായതാ. നിന്റെ പ്രാർത്ഥനയല്ലേ നിന്റെ മുന്നിൽ കതിർമണ്ഡപത്തിലേക്ക് കാലൂന്നാൻ നിൽക്കുന്ന നിന്റെ ഈ ചേച്ചി. എനിക്ക് ഇതിൽ കൂടുതൽ സന്തോഷം വേറെ കിട്ടാനില്ല. ആഹാ, അമ്മുമോൾ എത്തിയോ? നീ വരാൻ വൈകുമെന്നുള്ളതുകൊണ്ടേ ശ്രീകുട്ടി ഭയങ്കര ടെൻഷനിലായിരുന്നു. എനിക്കൊരു ധൈര്യക്കുറവും ഉണ്ടായില്ല. ഇവരറിയാതെ മറ്റൊരു വണ്ടിയിൽ തിരുമേനിയുടെ ആൾക്കാരുണ്ടായിരുന്നു. അമ്മോ, മോളൊന്ന് വന്നേ, അച്ഛനൊരു കാര്യം പറയാനുണ്ട്. അതെന്താ ഇവിടെ വെച്ച് പറഞ്ഞാല്? അയ്യോ എന്റെ പൊന്നെ, ഞാൻ എന്റെ മോളോടൊന്ന് സംസാരിച്ചോട്ടെ. വാ മോളെ. വലിയച്ചി, സഞ്ജു ഉടനെ കതിർമണ്ഡപത്തിൽ കയറും. ശ്രീകുട്ടിയെ ഇറക്കാനുള്ള സമയമായി വരിക. അച്ഛനും മോള് സംസാരിച്ചിട്ട് വരട്ടെ. എന്താച്ചാ? അല്ല, അത് മോളെ, നിന്റെ താലിമാല എവിടെ മോളെ? അത് ഞാൻ പെരുവണ്ണാപുരത്ത് അമ്മയെ തിരിച്ചേൽപ്പിച്ചു അച്ഛാ. എന്റെ കഴുത്തിൽ താലി കിടന്ന അദ്ദേഹത്തിന് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാനാവില്ലെന്ന് ശാസ്ത്രികൾ മനയിൽ വന്നു പറഞ്ഞു. ഞാനായി താലി അഴിക്കാനും പാടില്ല. എന്നിട്ട് ആ താലിമാല എവിടെ? പെരുവണ്ണാപുരത്ത് അമ്മയെ പോയി പ്രാർത്ഥിക്കാനാ ശാസ്ത്രികൾ പറഞ്ഞത്. അത് പ്രകാരം ഞാൻ പോയത്. അമ്മയെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് വരുമ്പോ എന്റെ കഴുത്തില് താലിമാല ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതെവിടെങ്കിലും അഴിഞ്ഞു വീണതാണോ? ഞാൻ അതേപറ്റിയൊന്നും ചിന്തിക്കുന്നില്ല അച്ഛാ. ഞാനായിട്ട് താലിമാല അഴിച്ചിട്ടില്ല. അത് നഷ്ടമായതും ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രദക്ഷിണം പൂർത്തിയാക്കി വരുമ്പോ താലിമാല കഴുത്തിലില്ലെന്ന് മാത്രം അറിയാം. അച്ഛൻ അതിവിടെ ആരോടും പറയരുത്. അല്ല, എന്താ അച്ഛൻ വിളിച്ചത്?
നിന്റെ ഭർത്താവിനെയാ നിന്റെ ചേച്ചിക്ക് വിട്ടുകൊടുക്കുന്നത്. നീ അവനെ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ലെങ്കിലും ഞാനൊരു പച്ചയായ മനുഷ്യനല്ലേ മോളെ. നിന്റെ മുന്നില് തൊഴി കൈയോടെ നിൽക്കാനേ എനിക്ക് കഴിയൂ. എന്റെ ഒരു മോളുടെ താലി അഴിച്ചെടുത്ത് മറ്റൊരു മോൾക്ക് നൽകിയല്ലേ. അങ്ങനൊരു മനസ്താപം അച്ഛനുണ്ടായ എനിക്ക് അച്ഛനോടുള്ള വിശ്വാസം ഇല്ലാതാവും. ഇത്രയും കാലം ഞാൻ മംഗലശ്ശേരിയിൽ നിൽക്കാൻ കാരണം എന്റെ ചേച്ചി സുമംഗലിയാവുന്നത് കാണാനാ. വിവാഹം കഴിഞ്ഞാലോ? മോളും മംഗലശ്ശേരിയിൽ നിൽക്കില്ലെന്ന് നിന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ശ്രീകുട്ടി പോയാ നീയാ പിന്നെ ഞങ്ങൾക്കുള്ളത്. നിന്നെ ഞങ്ങള് ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുപോകും. ആദ്യം കല്യാണം കഴിയട്ടെ അച്ഛാ. പ്രവേട്ടാ, ആ ശ്രീകുട്ടിയെ കൂട്ടിവരാൻ തയ്യാറായിക്കോളൂ. സഞ്ജു കതിർമണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങുവാ. ആ നീ അങ്ങോട്ട് ചെല്ലേ. ആ ആ അച്ഛാ, അച്ഛൻ വാ. നമ്പീശ, ഓ മുഹൂർത്തത്തിന് മുൻപ് എനിക്ക് അവിടെ എത്തിയിരിക്കണം. എളുപ്പവിടെ എളുപ്പവിടെ. ഇതാണ് സച്ചി റിയൽ കല്യാണം. അതേടാ, അവരുടെ പ്രണയം സഫലമാകാൻ പോകുന്നു. കുറച്ച് വെള്ളം കുടിച്ചിട്ടെന്ന് പറ. ആ അത് നല്ലതാടാ. മത്സരിച്ച് നേടിയെടുക്കുന്ന സമ്മാനത്തോളം വിലപ്പെട്ടതായി വേറെന്താ ഉള്ളത്? അവർ നേടിയെടുത്തതാണോ?
അമ്മു അത് നേടിക്കൊടുത്തതാ. ഈ വിവാഹത്തോട് ഒരു സത്യം എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു അത്. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഈശ്വരൻ ആരാണെന്ന്. അത് സച്ചി അറിഞ്ഞു. അതറിഞ്ഞപ്പോഴല്ലേ അമ്മു എന്നെ ഒഴിവാക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായേ. അല്ല, അതാരാ സച്ചി? അവള് മനസ്സ് വെച്ച രഹസ്യം എന്റെ മനസ്സിലിരുന്നോട്ടെ. നാളെ നീ അറിയാനിടയായാൽ അത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. അതല്ലേടാ നമുക്ക് അവളോട് ചെയ്യാൻ കഴിയുന്നത്. മോളെ, നിന്നോടുള്ള കടപ്പാട് ചേച്ചി എങ്ങനെ തീർക്കുമെന്ന് അറിയില്ല. എനിക്കല്ലേ ചേച്ചിയോടുള്ള കടപ്പാട്? അനാഥയായി എന്നെ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ചേച്ചിയല്ലേ? ഒരിക്കൽ മരണത്തിൽ നിന്നും ഒരു മനുഷ്യൻ എന്നെ രക്ഷിച്ചു. പിന്നെ ചേച്ചി എന്നെ രക്ഷിച്ചു. എന്റെ ജീവിത ചേച്ചിയോട് കടപ്പെട്ടിരിക്കുന്ന. ഇന്ന് ആ പെൺകുട്ടിയെ കാണാൻ കഴിയുമെന്ന് ശാസ്ത്രികൾ പറഞ്ഞത് സത്യമാവരുതേ. ഇവളൊരു പെണ്ണ് തന്നെയാണോ? ഏതൊരു പെണ്ണിൻ്റെയും ഹൃദയം തകർന്നു പോകുന്ന നിമിഷം ഇത്. അമ്മുവിന് പകരം അമ്മ മാത്രമേ ഉള്ളൂ.
താലി കെട്ടിക്കൂ. നിർത്തടാ. തക്കിട്ട